നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ പണ്ട് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന്. പുരുഷന്മാർക്ക് കഷണ്ടി വന്നു കഴിഞ്ഞാൽ അവർ ജീവിതകാലം മുഴുവനും ആ കഷണ്ടിയായിട്ട് ജീവിക്കേണ്ടി വരും. എന്നാൽ ഇന്ന് കാലം മാറിയിരിക്കുന്നു. കഷണ്ടിക്കൊക്കെ കൃത്യമായ മരുന്നല്ല, ശസ്ത്രക്രിയയിലൂടെ പരിഹാരങ്ങളുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതുമാത്രമല്ല, കഷണ്ടിയെ കൂടാതെ പലതരത്തിലുള്ള സൗന്ദര്യ പ്രശ്നങ്ങളും പുരുഷന്മാർ നേരിടുന്നുണ്ട്. ഇതിനെല്ലാം കൃത്യമായ പരിഹാരങ്ങളുമുണ്ട്. ഇതാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം ലൂർദ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് പ്ലാസ്റ്റിക് സർജനായ ഡോക്ടർ ചാക്കോ സിറിയക്. നമസ്കാരം ഡോക്ടർ. പണ്ടത്തെ പോലെയൊന്നുമല്ല, എല്ലാവരും നല്ല ഭംഗിയിൽ, അതായത് കാഴ്ചക്ക് വളരെ, ലേഡീസ് മാത്രമല്ല ആണുങ്ങൾക്കും വേണം അത്. എന്തുകൊണ്ട്? തീർച്ചയായിട്ടും പുരുഷന്മാരും വളരെയധികം ബ്യൂട്ടി കോൺഷ്യസ് ആയി തുടങ്ങിയ ഒരു കാലമാണിത്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത്? അതായത് ആണുങ്ങൾ വരുമ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. 1, കഷണ്ടി മാറ്റാൻ വേണ്ടി. 2, മൂക്കിൻ്റെ ഷേപ്പ് മാറ്റാൻ വേണ്ടി. താടിയുടെ ഷേപ്പ് മാറ്റാൻ വേണ്ടി. ആണുങ്ങളുടെ ബ്രസ്റ്റിൻ്റെ ഷേപ്പ് മാറ്റാൻ വേണ്ടി. തുടവരെ കുറയ്ക്കാൻ വേണ്ടി. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. സോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കിയിട്ട് 1 or 2 പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്, പേഷ്യൻസിൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഒത്തിരി കൂടിപ്പോയാൽ അതും പ്രശ്നമാണ്. സോ അത് നമ്മൾ നേരിട്ട് പറയണം. നമുക്കൊരു ലിമിറ്റുണ്ട് ചെയ്യാമെന്ന്, എന്തുമാത്രം ചെയ്യാൻ പറ്റും, സേഫായിട്ട് എന്തുമാത്രം ചെയ്യാൻ പറ്റും, അതനുസരിച്ച് വേണം എല്ലാ പ്ലാനിങ്ങും. പ്രായോഗികമായിട്ട് വേണം കാര്യങ്ങളെ കാണാൻ. ആബ്സല്യൂട്ട്ലി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഫുൾ കഷണ്ടി ആയിട്ടുള്ള പേഷ്യൻറ്റ് ബാക്കിൽ മാത്രം കുറച്ച് മുടി ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേ സമയത്ത് കഷണ്ടി പ്രോഗ്രസ് ചെയ്യുന്ന പേഷ്യൻ്റ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും, ബാക്കിൽ ആവശ്യത്തിന് മുടി എടുക്കാനുണ്ടെങ്കിൽ. സോ ഇങ്ങനെ നമ്മൾ നോക്കി ചെയ്യണം. ഓരോ പേഷ്യൻ്റിൻ്റെ ഡിസിഷൻ പ്ലാനിങ് ശരിക്കും ചെയ്തില്ലെങ്കിൽ പിന്നീട് പ്രശ്നങ്ങൾ വരും. പുരുഷന്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, സൗന്ദര്യ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും കഷണ്ടിക്ക് തന്നെയാണ് പ്രാധാന്യം, അല്ലേ? കാരണം പലപ്പോഴും 20-25 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികൾ കഷണ്ടി വന്നു കഴിഞ്ഞവരെ കണ്ട പ്രായം കൂടുതൽ തോന്നിക്കും. തീർച്ചയായിട്ടും കല്യാണം അതൊക്കെ പ്രശ്നമാവുന്നു. അതിനുവേണ്ടി വരുന്നുണ്ട് ഇഷ്ടംപോലെ പേഷ്യൻസ്. ഈവൻ 21 വയസ്സൊക്കെ നമ്മൾ വളരെ നമുക്കൊരു 17 വയസ്സുള്ള കൊച്ചുണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്യില്ല. അങ്ങനെ അത്രയും നേരത്തെ ചെയ്യരുത്. കാരണം പ്രോഗ്രസ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ കുറച്ചൊരു ഐഡിയ വേണം, എങ്ങനെയാണ് കഷണ്ടിയുടെ ഹെയർ ലോസിൻ്റെ പ്രോസസ്സ് എങ്ങനെ സംഭവിക്കുന്നത്, അതൊന്ന് മനസ്സിലാക്കിയേച്ചും വേണം നമ്മൾ കഷണ്ടിയുടെ സർജറി അഡ്വൈസ് ചെയ്യാൻ. ഡോക്ടർ, അപ്പോൾ ഈ 17-18 വയസ്സിലൊക്കെ സ്വാഭാവികമായിട്ടുള്ള കഷണ്ടി ഉണ്ടാകുന്നുണ്ടോ? വരാം, യെസ്. അത് ഡിപ്പെൻസ്. അത് ഇത് ബേസിക്കലി ഇൻഹെറിറ്റഡ് ആണ്. നമ്മുടെ ഫാദറിനോ ഫാമിലിയിൽ എവിടെയെങ്കിലും ഉണ്ടാവും, കുടുംബത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും, അതുപോലാണ് വരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഡാൻഡ്രഫ്, താരൻ വരുമ്പം കൂടുന്നു, പിന്നെ വെള്ളം മോശമാണെങ്കിൽ വരുന്നു, അതൊക്കെ ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല റീസൺ. കഷണ്ടിയുടെ മെയിൻ റീസൺ ഹോർമോണലാണ്. അത് ജനറ്റിക്, അതായത് നമ്മുടെ ശരീരത്തിലുണ്ട്, നമുക്ക് പേരൻസിലോ എവിടെയെങ്കിലും ഫാമിലിയിലുണ്ടാവും, അത് കാരണമാണ് വരുന്നത്. ഇപ്പോൾ ഈ കഷണ്ടിക്ക് എന്താണ് അപ്പോൾ ചികിത്സ? പണ്ടൊക്കെ ഇങ്ങനെ കുറേ മരുന്നുകളൊക്കെ പുരട്ടി മടുത്ത് നടക്കുന്നത് ഇപ്പോഴും ഉണ്ട്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് ഇപ്പോഴും. പക്ഷേ ഒരു എക്സ്റ്റെൻറ്റ് വരെ ഉള്ളൂ. അതിന് ഒരു ലിമിറ്റഡ് റോൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സർജറിയാണ് ചെയ്യേണ്ടത്. സർജറി എന്ന് വെച്ചാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു, അതായത് മുടി മാറ്റി വയ്ക്കുന്നു. ഹോർമോൺസിന് ഇഫക്റ്റ് ഇല്ലാത്ത മുടി മാറ്റി വയ്ക്കുന്നു കഷണ്ടിയുള്ള സ്ഥലത്തേക്ക്. അപ്പോൾ ആ മുടി വളരുന്ന മുടി ആയതുകൊണ്ട് അത് വളർന്നുകൊണ്ടിരിക്കുന്നു. കഷണ്ടിയുടെ പ്രശ്നം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് കണ്ടീഷൻ ബെറ്റർ ആക്കാൻ ശ്രമിക്കാം. അതാണ് നമ്മുടെ ട്രാൻസ്പ്ലാന്റിൻ്റെ ഉദ്ദേശം. പൂർണ്ണമായിട്ട് കഷണ്ടി ക്യൂർ ചെയ്യാൻ പറ്റില്ല, കഷണ്ടിയുടെ കണ്ടീഷൻ ബെറ്റർ ആക്കാം. അതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ ലിമിറ്റേഷനും. ഓക്കെ, ഈ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ആ ശസ്ത്രക്രിയ? നമ്മൾ ഹോർമോൺസിന് ഇഫക്റ്റ് ഇല്ലാത്ത മുടി ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അത് നമ്മൾ മുടി ഒന്നൊന്നായിട്ട് എടുത്ത് നട്ടുവെക്കുന്നു. നട്ടുവെച്ച സ്ഥലം അവിടെ എവിടെയാണെങ്കിലും നട്ട് വയ്ക്കുമ്പം അവിടെ നിന്ന് ബ്ലഡിൻ്റെ സപ്ലൈ വരും. എന്നിട്ട് ഇത് മുടി ജീവനോടെ ഗ്രോ ചെയ്യും, വളരും, നോർമലായിട്ട് വളരുന്നു. മുടിയുടെ ക്വാളിറ്റി നമ്മൾ മാറ്റുന്നില്ല, മുടിയുടെ എണ്ണം അതുകൊണ്ട് നമുക്ക് അത്രയും നമ്പർ കിട്ടില്ല. നമുക്ക് എടുക്കാവുന്ന സ്ഥലം വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി ഏരിയ കഷണ്ടി കവർ ചെയ്യാനും പ്രയാസപ്പെടും, തിക്നെസ് അച്ചീവ് ചെയ്യാൻ പ്രയാസപ്പെടും. പക്ഷേ കഷണ്ടിയുടെ അപ്പിയറൻസ് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. ഹലോ ഡോക്ടർ. യെസ്, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. എന്താണ് സംശയം? ഡോക്ടർ, എന്റെ പേര് സുനിൽ എന്നാണ്, ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. ടിവിയിൽ ശ്രദ്ധിക്കണ്ട, ചോദ്യം പൂർത്തിയാക്കിക്കോളൂ. ഓക്കെ, ഇത് എങ്ങനെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സർജറി ആണോ എന്നാണ് എനിക്കൊന്ന് അറിയേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ പിടിക്കും ഹെയർ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട്? അത് കഴിഞ്ഞാൽ അത് വീണ്ടും കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടോ?
നമ്മളിത് പെയിൻഫുൾ, അത്രയും പെയിൻഫുൾ ഇഞ്ചക്ഷൻ്റെ പെയിൻ ഉണ്ടാവും. ലോട്ടൽ അനസ്തീസിയ കൊടുത്ത് മരവിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ആ ഇഞ്ചക്ഷൻ്റെ ഇഫക്റ്റും ലാസ്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് പോസ്റ്റ് പ്രൊസീജിയർ, അതായത് പ്രൊസീജിയർ കഴിഞ്ഞിട്ടും വലിയ പ്രശ്നം ഉണ്ടാവില്ല. മിക്ക പേഷ്യൻസും വേദനയ്ക്കുള്ള മരുന്ന് കൊടുത്താലും അവർ കഴിക്കാറില്ല. സോ അതുകൊണ്ട് പെയിനിൻ്റെ ഇഷ്യൂ വലിയ ഇഷ്യൂ അല്ല. മുടി എത്ര നാൾ കഴിഞ്ഞിട്ട് വളരുമെന്ന് ചോദിച്ചാൽ ഒരു 3 മാസം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വൽ ഗ്രോത്ത്. വെച്ചത് ഇനിഷ്യലി ഡ്രോ ചെയ്താലും അത് പൊഴിഞ്ഞു പോവും, എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു 3 മാസമൊക്കെ ആകുമ്പോഴേക്കും. എന്നിട്ട് നിങ്ങളുടെ മുടിയുടെ ഗ്രോത്തിൻ്റെ സ്പീഡ് എങ്ങനെയാണോ ചില ആൾക്കാരുടെ മുടി പെട്ടെന്ന് വളരും. അങ്ങനെ ആണെങ്കിൽ ഒരു 6 മാസം 9 മാസത്തിനുള്ളിൽ റിസൾട്ട് വരും. ഇല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷമൊക്കെ എടുത്ത് നിൽക്കാം, പോസിബിൾ. പിന്നെ മൂന്നാമത്തെ ചോദ്യം, അത് പോവുമെന്ന്. നമ്മളത് പോവാത്ത ഏരിയ എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഹോർമോൺസിന് എഫക്റ്റ് ഇല്ലാത്ത മുടി അതാണ് മാറ്റി വയ്ക്കുന്നത്. അത് നമ്മൾ സൂക്ഷിക്കണം. ബാക്കിലത്തെ ഫുൾ ഏരിയ ഹോർമോൺസ് എഫക്റ്റ് ഇല്ലാത്ത മുടി അല്ല. ആ ഒരു പെർട്ടിക്കുലർ ഏരിയ മാത്രമുണ്ട്, അത് മാത്രമേ എടുക്കാവുള്ളൂ. അവിടെ നിന്ന് നമ്മൾ മാറ്റി വയ്ക്കുമ്പം ആ മുടി പോകുന്നില്ല. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഇതിങ്ങനെ വയ്ക്കുമ്പോൾ പെട്ടെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ നന്നായിട്ട് മുടി ഫ്രണ്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ അത്രയും മുടി വെക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്? അതൊരു ശരിയായിട്ടുള്ള പ്രവണതയാണ്? അല്ല, അത് ആക്ച്വലി നമ്മൾ ഓവറായിട്ട് ചെയ്യരുത്. അത് നമ്മൾ എക്സ്പെക്റ്റേഷൻസ് ഒത്തിരി കൂടുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ചില പേഷ്യൻസ് 18 വയസ്സിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുമ്പം പ്രശ്നം എന്ന് വെച്ചാൽ ഈ കഷണ്ടി പ്രോഗ്രസ് ചെയ്യാം, വെച്ച മുടിയല്ല പോകുന്നത്, ഓൾറെഡി ഉള്ള മുടി പൊയ്ക്കൊണ്ടിരിക്കാം. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഏരിയാസിൽ കഷണ്ടി വരും. അവിടെ വീണ്ടും ഒരു 2ാമത്തെ സ്റ്റേജിലേക്ക് ചെയ്യേണ്ടി വന്നേക്കാം. അതിനെല്ലാം ഈ ഹോർമോൺസിന് എഫക്റ്റ് ഇല്ലാത്ത മുടി മാത്രമേ മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ ലിമിറ്റഡ് നമ്പറേ ഉള്ളൂ. സോ അതുകൊണ്ട് സൂക്ഷിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യണം. ഇനിയും കഷണ്ടി വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് എന്തുമാത്രം ഏരിയ വരും, എങ്ങനെ എത്ര നമ്പർ വെക്കേണ്ടി വരും, എല്ലാം പ്ലാൻ ചെയ്ത് വേണം ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത്. അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ. ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടർ, ഇത് കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ഗൈനക്കോമാസ്റ്റിയ, അപ്പൊ അതിന്റെ റിസ്ക് ഉണ്ടോ അതൊന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നു. ഇത് വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. നമ്മൾ കീ ഹോൾ സർജറി മൂലം ഫാറ്റ് മാറ്റുന്നു, കൊഴുപ്പ് മാറ്റുന്നു, സക്ക് ചെയ്ത് കളയും. പക്ഷേ ആണുങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ഗ്ലാൻഡിൻ്റെ അംശങ്ങളും കാണും, അതും മാറ്റണം. അത് കട്ട് ചെയ്ത് നമ്മൾ ഗ്ലാൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റുന്നു, അതും ചെയ്യും. ആരും കാണാത്ത രീതിയിൽ അതായത് നിങ്ങൾക്കൊന്നും ഇൻസിഷൻ, അതായത് സ്റ്റിച്ചിൻ്റെ പാടൊന്നും അറിയാത്ത രീതിയിലാണ് ചെയ്യുന്നത് പൂർണ്ണമായിട്ട്. സോ എവിടെയും ശരീരത്തിലെ സ്റ്റിച്ചിൻ്റെ പാട് അറിയാത്ത രീതിയിലാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പം അത് ഫ്ലാറ്റായിട്ട് കിട്ടും. പക്ഷേ അതും നമ്മൾ നോക്കണം. ഓരോ ചില പേഷ്യൻസ് കീ ഹോൾ സർജറി മാത്രം മതിയായിരിക്കും, ഗ്ലാൻഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കും. അത് നമ്മൾ ഓരോ പേഷ്യൻറ്റിനെ അസസ് ചെയ്ത് ചെയ്യേണ്ടതാണ്. വലിയ റിസ്ക് ഒന്നും ഇല്ലാത്തതാണ്, ശരിയാണ്. ജനറൽ അനസ്തീസിയ വേണം, ഓർക്കിച്ചാണ് ചെയ്യേണ്ടത്, മറ്റേ ഹെയർ ട്രാൻസ്പ്ലാന്റ് പോലെ അല്ല. പക്ഷേ അത് വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത പ്രൊസീജിയറാണ്. അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞോളൂ. അതായത് ഈ ഏജ് ഏത് പ്രായം വരെയാണ് മുടി കൊഴിച്ചിൽ ഉണ്ടാവുക? അതിനൊരു എൻഡിങ് ഉണ്ടോ എന്നറിയാം. ഇല്ല, എൻഡിങ് ഇല്ല. നമുക്കൊന്നും ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില പേഷ്യൻസ് കഷണ്ടി വരാൻ പോകുന്നത് തന്നെ 50 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും. ചില പേഷ്യൻസ് ഈവൻ 21 ഇയേഴ്സ് ഒക്കെ കാണാം, അത്രയും ഭയങ്കരമായിട്ട് വരുന്നു. ചില പേഷ്യൻസ് കഷണ്ടിയെ വരില്ല. സോ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്, ഇതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ പേഷ്യനോട് പറയും നേരത്തെ തന്നെ. സോ ഒരു എക്സ്റ്റെൻഡ് വരെ നമ്മൾ ചെയ്യാൻ പറ്റും. കഷണ്ടിയുടെ അപ്പിയറൻസ് ബെറ്റർ ആക്കാനാണ് ശ്രമിക്കുന്നത് എപ്പോഴും. സൗന്ദര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ശസ്ത്രക്രിയ, എന്ത് പ്രൊസീജിയേഴ്സ് നടത്തിയാലും പിന്നീട് ഒരു ഫോളോ അപ്പ് ഒക്കെ ഡോക്ടേഴ്സ് പറയാറുണ്ട്. അപ്പോൾ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഒന്ന് ഫോളോ അപ്പ് വേണം. കാരണം ബാക്കി മുടി പോകുന്നതിൻ്റെ റേറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിയല്ല, ബാക്കി ഉള്ള മുടി. സോ ആ ഉള്ള മുടി നിലനിർത്താൻ വേണ്ടി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും. അതിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വെച്ചാൽ ഇഞ്ചക്ഷൻസ് ഉണ്ടാവും, ടാബ്ലറ്റ്സ് കഴിക്കുന്നു, സൊല്യൂഷൻസ് പുരട്ടുന്നു, ഇതൊക്കെ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെച്ച മുടിയുടെ ഗ്രോത്ത് ബെറ്റർ ആക്കാനും സഹായിക്കും. സോ ഇതിനെല്ലാം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വേറെ ഏരിയസ് കഷണ്ടി വരുന്നതനുസരിച്ച് ഇനിയും നമുക്ക് 2ാമത്തെ സ്റ്റേജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അത് ഡിലേ ചെയ്യാൻ വേണ്ടി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കുറേ നാൾ യൂസ് ചെയ്ത് ട്രൈ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അതിന് തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്യണം പേഷ്യൻസ്. അടുത്തൊരു കോളറിലേക്ക് പോവാം. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ചോദിച്ചോളൂ. വയറ് കുറയാനുള്ള മാർഗം? അത് നമ്മൾ നോക്കണം. പേഷ്യൻറ്റിനോട് വന്ന് കാണുമ്പം നമുക്ക് അസസ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടി വരും. അത് മിക്ക ആണുങ്ങൾക്കും പെണ്ണുങ്ങളായിട്ട് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആണുങ്ങളുടെ ഫാറ്റ്, കൊഴുപ്പ് മെയിനായിട്ട് സ്കിൻ്റെ അടിയിൽ മാത്രമല്ല, മസിലിൻ്റെ മുകളിലും ആയിരിക്കും. സോ മസിലിൻ്റെ മുകളിലത്തെ ലെയർ നമ്മൾ എന്തുമാത്രം ഫാറ്റ് ഉണ്ട് അതാണ് നമുക്ക് മാറ്റാൻ പറ്റുന്നത് കീ ഹോൾ സർജറി വെച്ച്.
കുറേ പേഷ്യൻസ് അബ്ഡമൻ മസിൽ, അതായത് വയറിൻ്റെ മസിലിൻ്റെ വീക്ക്നെസ് തന്നെ ആയിരിക്കും, വേറെ ഒന്നുമല്ല. നമ്മൾ ശരിക്കും ഒന്ന് എക്സസൈസൊക്കെ ചെയ്താൽ തന്നെ അത് കുറേയൊക്കെ ഒതുക്കം കിട്ടും. ബാക്കിയാണ് നമുക്ക് കീ ഹോൾ സർജറി വെച്ച് ഫാറ്റ് മാറ്റാൻ പറ്റുന്നത്. സോ അത് നമ്മളെ പേഷ്യൻറ്റ് ശരിക്കും അസസ്മെൻറ്റ് ചെയ്തെങ്കിലാണ് മനസ്സിലാവുന്നത്. എല്ലാ പേഷ്യൻസും ഒരുപോലെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. ഞാൻ മലപ്പുറത്ത് നിന്ന് വിളിക്കുന്നത്. ചോദിച്ചോളൂ, എന്താ സംശയം? ഇത് എത്ര രൂപ ചിലവ് വരുന്നു ഡോക്ടർ? ഹെയർ ട്രാൻസ്പ്ലാന്റ് ആണോ? അതെ അതെ. അത് നമ്മൾ പേഷ്യൻറ്റിനെ കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. കാരണം ഓരോരുത്തരുടെ മുടിയുടെ ക്വാളിറ്റി അനുസരിച്ച്, സപ്പോസ് നിങ്ങളുടെ മുടി ചുരുണ്ടതാണെങ്കിൽ അത്രയും നമ്പർ ആവശ്യമില്ല. തിക്നെസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നമ്പർ കുറച്ചാലും അത് തിക്നെസ് ആയിട്ട് തോന്നിച്ചോളും. സോ നമുക്ക് നമ്പർ കുറയ്ക്കാം, അപ്പോൾ കോസ്റ്റ് റെഡ്യൂസ് ആവും. അതേസമയത്ത് മുടിയുടെ തിക്നെസ് തന്നെ കുറവാണ്, വളരെ തിൻ മുടിയാണ്, നീണ്ട മുടിയാണ്, അങ്ങനെയാണെങ്കിൽ കൂടുതൽ നമ്പർ വെക്കേണ്ടി വരും എന്തെങ്കിലും ചെയ്തതായിട്ടുള്ള അപ്പിയറൻസ് വരുത്താൻ വേണ്ടി. അപ്പോൾ കോസ്റ്റ് കൂടുന്നു. സോ അത് ഓരോരുത്തരുടെ ഏരിയ, പ്ലാൻ എല്ലാം ഡിപ്പെൻസ്. അതനുസരിച്ചായിരിക്കും കോസ്റ്റ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും രണ്ടുപേർക്കും സെയിം ഏരിയ ടച്ച് ചെയ്യുകയാണെങ്കിൽ സെയിം നമ്പർ വെച്ചാലും അതിൻ്റെ അപ്പിയറൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ ആവശ്യമുള്ള നമ്പറും വ്യത്യാസമായിരിക്കും. സോ നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും ഒരു ഇതായിട്ട് പറയാൻ പറ്റില്ല. നേരിട്ട് കാണുമ്പം പ്ലാൻ ചെയ്ത് നമ്മൾ വരച്ച് ഡിസൈഡ് ചെയ്യും എന്തുമാത്രം ചെയ്യേണ്ടി വരും, എത്ര കോസ്റ്റ് ആവുമെന്ന്. ഒരുമാതിരി നല്ല ഭാഗം കഷണ്ടി ഉള്ള ഒരാളിന് ഈ പ്രൊസീജിയർ ചെയ്യാൻ എത്ര സമയം എടുക്കും? എത്രയാണ് ഹോസ്പിറ്റലൈസേഷൻ? ചിലപ്പം ഒരു സ്റ്റേജായിട്ട് തീർക്കാൻ പറ്റിയില്ലെന്നിരിക്കും, ചിലപ്പം 2 സ്റ്റേജായിട്ട് ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ വേറെ ദിവസം പോലും ചെയ്യേണ്ടി വരും. ആ സെക്കൻഡ് സ്റ്റേജ് വേണമെങ്കിൽ 6 മാസം, 1 വർഷം ഇതിൻ്റെ വളർച്ച കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെയും പോസിബിളാണ്. സോ ഡിലേ ചെയ്യാം, അതായത് ബ്രേക്ക് ചെയ്യാം, എന്നിട്ട് ചെയ്യാം. സോ ഒരു ദിവസത്തെ പണി തന്നെ ചിലപ്പോൾ മോർണിംഗ് ടു ഈവനിങ് ഒരു 6-7 മണിക്കൂറെങ്കിലും എടുക്കും തീർച്ചയായിട്ടും. അത് പ്രൊസീജിയറിൻ്റെ സമയം, ബാക്കി എക്സ്ട്രാ ടൈമും ഉണ്ടാകും. സോ ഒരു ദിവസത്തെ പണിയാണ് ഇത്. നമ്മളൊരു 35 വയസ്സൊക്കെ ഉള്ള ഒരാൾക്ക് ഇത് വെച്ച് പിടിപ്പിച്ചു നോക്കിയാൽ 45-50 വയസ്സൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു നരയൊക്കെ വരുമല്ലോ. വെച്ച് പിടിപ്പിക്കുന്ന മുടിക്ക് എങ്ങനെയാണ്? അതും വരും. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുടിയുടെ ക്വാളിറ്റി നമുക്ക് മാറ്റാൻ പറ്റില്ല, നമ്മൾ മാറ്റി വെക്കുക, അത്രേ ഉള്ളൂ. സോ മുടിയുടെ ക്വാളിറ്റി എല്ലാം തന്നെ റീറ്റെയിൻ ചെയ്യും. അല്ല ഡോക്ടർ, അത് ചേഞ്ച് ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്? കാരണം ഒരു സ്വാഭാവികത വേണമെങ്കിൽ തീർച്ചയായിട്ടും നരയൊക്കെ വന്നാലല്ലേ, അല്ലെങ്കിൽ അതെ, ഒരു നാച്ചുറൽ അപ്പിയറൻസ് ആണ് നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യുന്നത്. ഒരു നാച്ചുറൽ എൻഡ് പോയിന്റ് വേണം എല്ലാത്തിനും, കോസ്മെറ്റിക് സർജറി ഇൻ ജനറലായിട്ട്. സോ നമ്മൾ ഒത്തിരി ഹെയർ ലൈൻ ഇറക്കി വെച്ചാലേക്ക് ഇപ്പോൾ പ്രശ്നമില്ലായിരിക്കും. മേ ബി ഒരു 20 വർഷം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ വളരെ വ്യത്യാസമായിട്ട് തോന്നിക്കും, ഒരു അബ്നോർമലായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ അത് മുടി മാറ്റേണ്ടി വരും, വെച്ച മുടി. അങ്ങനെയും വരാറുണ്ട് പേഷ്യൻസ്. സോ അത് തീർച്ചയായിട്ടും നമ്മൾ നാച്ചുറൽ അപ്പിയറൻസ് വരുത്താൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. ഓക്കെ, സ്വാഭാവികത വെച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലേ? ഡോക്ടർ, ഇപ്പോൾ നേരത്തെ ഒരു കോളർ ചോദിച്ച പോലെ ഈ സ്തന വളർച്ച, പുരുഷന്മാരിലെ സ്തന വളർച്ച ഇതുപോലെ തന്നെ കഷണ്ടി പോലെ തന്നെ വളരെയധികം ടെൻഷൻ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ചികിത്സകളെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കാരണം പേഷ്യൻസ് ഷർട്ട് ഊരാൻ മടിക്കുന്നു ഇത് കാരണം. സോ അങ്ങനത്തെ ഈവൻ ജിമ്മിൽ പോകാനും പ്രയാസപ്പെടുന്നു. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട് പേഷ്യൻസിന്. അപ്പം വരുമ്പം വളരെ സിമ്പിളാണ്. നമുക്ക് കീ ഹോൾ സർജറി പ്ലസ് കട്ട് ചെയ്ത് ഗ്ലാൻഡ് മാറ്റാനാണെങ്കിലും അതിൻ്റെ കട്ടിങ് പാടൊന്നും കാണാത്ത രീതിയിലാണ് ചെയ്യുന്നത്. സോ ഒട്ടും പ്രശ്നമില്ലാതെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് വലിയ മേജർ ഓപ്പറേഷനും അല്ല, ജനറൽ അനസ്തീസിയ ആവശ്യമുണ്ടെങ്കിലും മേജർ ഓപ്പറേഷൻ അല്ല, ഒരു 2 മണിക്കൂറിൻ്റെ പണി അത്രേ ഉള്ളൂ. അന്ന് ഡിസ്ചാർജ് ചെയ്തില്ലെങ്കിലും അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. സോ യൂഷ്വലി ഒരു 2 ഡേയ്സിൻ്റെ പണി അത്രേ ഉള്ളൂ മൊത്തം. മുഖ സൗന്ദര്യത്തിന് പുരുഷന്മാരിൽ എന്തെല്ലാം? മൂക്കിൻ്റെ ഷേപ്പ് മാറ്റാൻ, മൂട്ട് കുറച്ചുകൂടെ ടൂർത്ത് വരുത്തിക്കാൻ വേണ്ടി, മുകളിലത്തെ ബ്രിഡ്ജിൻ്റെ ഷേപ്പ് മാറ്റാനും അടുപ്പിക്കാനും, ഇതെല്ലാം ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്തുമാത്രം അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ പേഷ്യൻറ്റിനോട് എക്സ്പ്ലെയിൻ ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് വരച്ച് കാണിക്കും. നമ്മുടെ ലിമിറ്റേഷൻസും എക്സ്പ്ലെയിൻ ചെയ്യണം, നമുക്ക് ചെയ്യാമെന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യണം. യെസ്. മറ്റൊന്ന് മൂക്ക് മാത്രമല്ല, ഈ യെസ്, കവിൾ ഒട്ടിയിരിക്കുന്ന അതിനോട് നമ്മൾ ഫാറ്റ് ഇഞ്ചക്ട് ചെയ്ത് നമ്മൾ വർദ്ധിപ്പിക്കും, ഇൻക്രീസ് ചെയ്യും. സോ ഫാറ്റ് കൊഴുപ്പ് വേറെ സ്ഥലത്ത് നിന്ന് എടുത്ത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഇഞ്ചക്ട് ചെയ്ത് ഇൻക്രീസ് ചെയ്യാം, സൈസ് കൂട്ടാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം പേഷ്യൻ്റെ സ്വന്തം ടിഷ്യൂസാണ്, ബോഡിയിൽ നിന്ന് തന്നെ പേഷ്യൻ്റെ സ്വന്തം കൊഴുപ്പാണ് മാറ്റി വയ്ക്കുന്നത്. സോ അതുകൊണ്ട് ഒരു റിയാക്ഷനും ഇല്ല, സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല. സോ അതുകൊണ്ട് സേഫാണ്, വേറൊരു ആർട്ടിഫിഷ്യൽ സംഭവമൊന്നും അല്ല. അതുകൊണ്ട് ഒരു പ്രശ്നമില്ലാത്ത ഓപ്പറേഷൻസാണ് ഇതെല്ലാം. ഇതുപോലെ തന്നെയാണ് വയറ് ടയറുകൾ ഇങ്ങനെ വരുന്നത് ഒരു അഭംഗി തന്നെയാണ്. അപ്പോൾ അതിന് എന്തെല്ലാം
അതിന് നമ്മൾ ഫസ്റ്റ് പേഷ്യൻറ്റിനെ അസസ് ചെയ്തിട്ട് ആദ്യം ഒരു മോട്ടിവേറ്റഡ് പേഷ്യൻറ്റിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതൊരു എളുപ്പം വഴി എന്ന് വിചാരിച്ചുകൊണ്ട് പേഷ്യൻ്റ് വരുന്നത് നമ്മൾ സർജറി ചെയ്താൽ അത് ഫെയിലിയർ ആവും. ഇതൊരു എളുപ്പം വഴി അല്ല. പേഷ്യനോട് ആദ്യം പറയണം എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റുന്നതാണോ ഇല്ലെങ്കിൽ അസസ്മെൻ്റ് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഡയറ്റ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് പുറമെയാണ് നമ്മൾ സർജറി ഓഫർ ചെയ്യുന്നത്. സോ ഇത് മാത്രം ചെയ്തിട്ട് എല്ലാം ശരിയാക്കാം അങ്ങനെ വിചാരിച്ചുകൊണ്ട് വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ആ പേഷ്യനെ റിഫ്യൂസ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. പോയിട്ട് വരിക, 2 മാസം കഴിഞ്ഞ് വന്ന് കാണിക്കുക. അപ്പോൾ അവരുടെ സൈഡിൽ നിന്നുള്ള കമ്മിറ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ, ഞാൻ സാർ മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. സാർ നമ്മൾ യൂട്യൂബിലും മറ്റും പറയുന്നുണ്ട് ഈ കഷണ്ടിക്ക് ഉള്ളിനീര് തേച്ചാൽ വരുന്നുണ്ട് എന്നൊരു കേൾക്കുന്നുണ്ട്. അതുമായിട്ട് എന്താണ് ശരിയാണോ? ഒന്നുകൂടെ ചോദിക്കൂ. നമ്മൾ ഈ ചെറിയ ഉള്ളിയുടെ നീരൊക്കെ തേച്ച് കഴിഞ്ഞാല് കഷണ്ടിയിൽ മുടി വരുന്നുള്ള ഒരു വിവരം ഉണ്ട്, പൊതുവെ പറയാറുണ്ട്. സത്യമാണോ? കുറിച്ച് എന്താണ് അഭിപ്രായം? ഇങ്ങനത്തെ മെഡിക്കൽ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഈവൻ അലോപ്പത്തി മെഡിസിൻസ് ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം ഒരു ലിമിറ്റഡ് റോൾ ഉണ്ട്. അതായത് പുതിയ മുടി വരുന്നതെല്ലാം അത് പൊടി പോലെ ഇരിക്കും, അത്രേ ഉള്ളൂ. അത് പൂർണ്ണമായിട്ട് ഫുൾ ലെങ്ത് ആയിട്ട് തിക്നെസ് ആയിട്ട് ഒറിജിനൽ പോലെ ഇങ്ങനെ വരില്ല. സോ പോകുന്നതിൻ്റെ റേറ്റ് ചിലപ്പം കൺട്രോൾ ചെയ്ത് കിട്ടുമായിരിക്കും. അതിന് വേണ്ടിയുള്ള ബെനിഫിറ്റാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് ഇല്ലായിരുന്നെങ്കിൽ ആരും തന്നെ കഷണ്ടി ആവില്ലല്ലോ. സോ അതിൻ്റെ ഒരു ലിമിറ്റുണ്ട്. സോ ആ ലിമിറ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ബാക്കി സ്ഥലത്ത്, അതായത് കഷണ്ടി ഇല്ലാത്ത ഏരിയാസിലും ഉള്ള മുടി നിലനിർത്താൻ വേണ്ടി ഇതൊക്കെ യൂസ് ചെയ്യാം. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ കഷണ്ടിക്ക് ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റേജസ് ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ മുടി വെച്ച് പിടിപ്പിച്ചു, പിന്നെ എന്താണ് അടുത്ത സ്റ്റേജ്? നമ്മൾ പേഷ്യനോട് മുൻകൂട്ടി പറയും, ഇങ്ങനത്തെ പേഷ്യൻസ് ഉള്ളവരോട് ആദ്യം എല്ലായിടത്തും മുടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് നിങ്ങൾ പറയുക നിങ്ങൾക്ക് ഇനിയും തിക്നെസ് കൂട്ടണോ ഇല്ലയോ, ഇല്ലെങ്കിൽ വേറെ ഏരിയസ് കവർ ചെയ്യാൻ ശ്രമിക്കണോ ഇല്ലയോ. അതൊക്കെ പേഷ്യൻ്റ് പറയുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും ചെയ്യും ഒരു രണ്ടാമത്തെ സ്റ്റേജ്. ഇല്ലെങ്കിൽ ചില പേഷ്യൻസ് ഉള്ള മുടി വീണ്ടും പോകുമ്പം പുതിയ ഏരിയസ് കഷണ്ടി വരുമ്പം അവിടെ ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ സ്റ്റേജ്. സോ ഇങ്ങനെ നമ്മൾ പേഷ്യൻസ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്യണം ആദ്യം തൊട്ട്. അപ്പോൾ അതിനുവേണ്ടി എടുക്കാൻ വേണ്ടി മുടിയും വെച്ചേക്കും രണ്ടാമത്തെ സ്റ്റേജൊക്കെ ചെയ്യാൻ വേണ്ടി. എല്ലായിടത്തും നമ്മൾ മുടി എടുത്ത് ഓൾറെഡി തീർത്തെങ്കിൽ പിന്നീട് പ്രശ്നം വരും. ഇപ്പോൾ കൂടുതൽ പഠിപ്പിക്കേണ്ടി വരുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ടല്ലോ ഇതെല്ലാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഒരൊറ്റ സ്ട്രെച്ചിനാണോ ഇത് ചെയ്യുന്നത്? അല്ല, സമയം എടുക്കും, ശരിയാണ്. പക്ഷേ കുറേ ബ്രേക്സ് ഉണ്ടാവും പേഷ്യനും നമുക്കും കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പേഷ്യന് ഒരേ കിടപ്പാകുമ്പം മടുത്തു പോകും. സോ അതിന് ബ്രേക്ക് എടുത്താണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും. ഡോക്ടർ, ഏത് സർജറി ചെയ്യുമ്പോഴാണെങ്കിലും ഡയബറ്റിക് ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിനെങ്ങനെയാണ്? ഇതെല്ലാം ലോക്കൽ അനസ്തീസിയ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. വേറെ സർജറീസ്, കോസ്മെറ്റിക് സർജറിയിലെ മറ്റ് പ്രൊസീജിയേഴ്സ് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ജനറൽ അനസ്തീസിയ ആവശ്യമുള്ളതുകൊണ്ട് അത് തീർച്ചയായിട്ടും അത് നോക്കിയിട്ട് ചെയ്യാവുള്ളൂ, കൺട്രോൾ ചെയ്തിട്ട് ചെയ്യാവുള്ളൂ. ഇതിങ്ങനെ നമ്മൾ പിടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്കിന്നിലേക്ക് പിടിപ്പിക്കുവാണല്ലോ, അപ്പോൾ അതൊരു മുറിവായി മാറുന്നില്ല? ഇല്ല, അത് അത്രയും ചെറിയ മുറിവാണ്, അത്രയും ചെറിയ തുളയാണ്. അത് വിത്തിൻ 2 ദിവസം ഹീലായി പോകും. പിന്നെ നമ്മൾ ഇഷ്യൂ ഇല്ല, അങ്ങനത്തെ മുറിവായിട്ടൊന്നും കാണില്ല. സോ ഒരു ദിവസം തന്നെ മതി ഡ്രസ്സിങ്, അടുത്ത ദിവസം തന്നെ മാറ്റി വെച്ച് കുളിക്കുമ്പോൾ തന്നെ അത് ഹീലായി പോകും. ഇപ്പോൾ അമിതമായിട്ടുള്ള സ്തന വളർച്ചയ്ക്ക് ഇപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ്? ഇവർക്ക് ഫോളോ അപ്സ് ആവശ്യമുണ്ടോ? വീണ്ടും ഇതിങ്ങനെ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്? ഈ വെച്ച മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും ബാക്കി മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും പോകാത്ത മുടി, അതായത് ഇപ്പോൾ പോകുന്നില്ല വീണ്ടും പോകാമല്ലോ, എപ്പോൾ വേണമെങ്കിലും പോവാം, അതൊക്കെ നിലനിർത്താൻ വേണ്ടി നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഫോളോ അപ്പ് തീർച്ചയായിട്ടും വേണം. അത് പിന്നെ അതനുസരിച്ച് ചിലപ്പം സർജറി തന്നെ വേണ്ടി വരും, അതനുസരിച്ച് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് മാത്രം മതിയായിരിക്കും. അത് നമ്മൾ ഓരോ പേഷ്യൻ്റ് നോക്കിയിട്ട് തീരുമാനിക്കും. സ്തനവളർച്ചയെ കുറിച്ചിട്ടും ആണ് ഞാൻ ചോദിച്ചത്. ഇപ്പം സാധാരണയായിട്ട് ഇവർക്ക് ഈ പാരമ്പര്യമായിട്ടുള്ളൊരു ഘടകം ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ വീണ്ടും അവരെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഈ ചിലർക്കൊക്കെ ഭക്ഷണക്രമമൊക്കെ കൂടിയിട്ട് അതൊന്നും ഇഷ്യൂ ഇല്ല. ഓഫ്കോഴ്സ് നമ്മൾ ഒരു കൺട്രോൾ ഇല്ലാതെ, ഒരു എക്സസൈസ് ഇല്ലാതെ, ഡയറ്റ് മാത്രം ഒന്നും നോക്കാതെ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ എല്ലായിടത്തും കൊഴുപ്പ് വരുമ്പം ഇതും ചിലപ്പോൾ ഇങ്ങനെ വരാം, അത്രേ ഉള്ളൂ. ഇതൊരു റീസണായിട്ട് ഇങ്ങനെ വരില്ല, ഡയറ്റ് ഒരു ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല. സോ വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. പക്ഷേ പേഷ്യനോട് പറയണം ഡയറ്റ് ആൻഡ് എക്സസൈസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. വണ്ണമുള്ള പ്രകൃതക്കാരാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം അല്ലേ? അത്രേ ഉള്ളൂ. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.